പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ ദൈവവചനങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ വീണ്ടും ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ മറുപടി നൽകി മാനിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഈ വീഡിയോ കാണുകയും അത് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടേതായി ഏറ്റെടുക്കുകയും ചെയ്ത് ഈ ദൈവവചന സന്ദേശങ്ങൾ പലർക്കും ഉപകാരപ്രദമാകാൻ ഈ വചനങ്ങൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഒരു മുൻവിധിയോടുകൂടെ അല്ലാതെ ദൈവവചനങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. വിശ്വാസത്തോടെ യാചിക്കണം. വിശ്വാസത്തോടെ യാചിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഒട്ടും സംശയം ഉണ്ടാകാൻ പാടില്ലെന്ന് വചനം പറയുകയാണ്. കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്കൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു സ്ഥിരതയില്ല. അതിങ്ങനെ കടൽ തിരമാലകൾ വന്നും പോയി കൊണ്ടുപോയിരിക്കും. ഇങ്ങനെ വിശ്വാസം വന്നും വിശ്വാസം ഇല്ലാതെയായി വിശ്വാസം കുറഞ്ഞു പോകുകയല്ല കാണുന്നത്, വിശ്വാസം ഇല്ലാതായി തീരുക. പ്രത്യുത വിശ്വാസം ഒട്ടും തന്നെ അവിടെ കാണാൻ കഴിയുക വരികയാണ്. തിരമാലകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെട്ടെന്നൊരു തിരമാല വരും, പിന്നെ അതൊന്നുമില്ല, അങ്ങ് പോകും, പുറകെ വേറൊന്നു വരും. ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസം. കർത്താവ് എന്ത് പ്രവർത്തിക്കുമോ? എന്നാൽ കർത്താവ് പ്രവർത്തിക്കും. ചില സമയങ്ങളിൽ ചിലർ പറയുന്നു, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതേ ആളുകൾ അല്പസമയം കഴിഞ്ഞിട്ട് ടെൻഷനാകുന്നു, അയ്യോ കർത്താവ് പ്രവർത്തിക്കുമോ? കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം അകത്തു വരുമ്പോൾ വിശ്വാസത്തോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്യണമേ, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമേ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ, ദേശത്ത് അനുഗ്രഹം ഉണ്ടാകണമേ, ആളുകൾ വിടുവിക്കപ്പെടണമേ, നിത്യജീവൻ അനേകർക്ക് ഉണ്ടാകണമേ. വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് ജീവിതത്തിൻ്റെതായ പ്രതികൂലങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിലുള്ള അസാധ്യമാണെന്ന് തോന്നുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, മാനുഷികമായിട്ട് അസാധ്യമെന്ന് തോന്നുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾ, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് വിശ്വാസമുള്ള സമയത്ത് പറയുമെങ്കിലും പിന്നീട് ഒരു പക്ഷേ സംശയങ്ങൾ കയറി വരും. ദൈവം പ്രവർത്തിക്കുമോ? ഒത്തിരി ദിവസങ്ങളായി പല വിഷയങ്ങളും പ്രാർത്ഥിക്കുന്നു, ദൈവം അത് പ്രവർത്തിക്കുമോ? എന്തേ ദൈവം പ്രവർത്തിക്കാത്തത്? ഞാൻ ഒത്തിരി നാളുകൾ കരഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തി എന്താ കാണാത്തത്? ചില ദിവസങ്ങളിൽ നോമ്പെടുത്തു, പ്രത്യുത ഉപവസിച്ചു, എന്നിട്ടും ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സംശയങ്ങൾ കയറി വരുന്നു. അങ്ങനെ ഉള്ള മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നത് 7-ാം വാക്യത്തില്, ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്.
സംശയത്തോടു കൂടിയുള്ള പ്രാർത്ഥന, സംശയത്തോടു കൂടിയുള്ള ആത്മീയ ജീവിതം ദൈവത്തിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനർത്ഥം ദൈവത്തിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ നമുക്ക് പറയാം, ഒട്ടും സംശയമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഇന്നലകളിൽ എന്നെ നടത്തിയ, ഇന്നലകളിൽ എനിക്ക് വേണ്ടി കരുതിയ, ഇന്നലകളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇന്നലകളിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച, ആരും സഹായിക്കുവാനില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നപ്പോൾ അവിടെയെല്ലാം തകർന്നു പോകുവാനിടയാകാതെ കരം പിടിച്ച് നടത്തിയ ആ ദൈവത്തെ ഒട്ടും സംശയിക്കാതെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒട്ടും സംശയമില്ലാതെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. സംശയവും വിശ്വാസവും കൂടെ ഒരുമിച്ച് പോകയില്ല. വിശ്വാസമുള്ളവന് സംശയം കയറി വന്നാൽ അതവൻ്റെ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ സംശയമുള്ളവന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ബ്രേക്കാകും. പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സംശയത്തിന്റെ വേര് ഹൃദയത്തിനകത്തു നിന്ന് പകൽ നമുക്കങ്ങ് എടുത്തു കളയാം. അത് അനുഗ്രഹത്തെ തടയുന്ന വേരാണ്. അത് കുടുംബജീവിതത്തിൽ നന്മയില്ലാതാക്കുന്ന വേരാണ്. അത് മാറിപ്പോകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് പറയാം, ദൈവം സകലത്തിനും മതിയായവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ പ്രാർത്ഥനകൾ ഒട്ടും സംശയമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തിനായിട്ട് നന്ദി. ഓരോ കുടുംബങ്ങളിലും അതൊരു അനുഗ്രഹമായി മാറട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടത്തക്ക നിലകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾക്ക്, അത്ഭുതങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, വിടുതലുകൾക്കൊക്കെയും സാക്ഷ്യം വഹിക്കുവാനിടയാകട്ടെ. ദൈവത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പകലിലും അസാധാരണമായി നടത്തുന്ന ദൈവകരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദി. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി വൻകാര്യങ്ങളെ പ്രാപിച്ചെടുക്കാൻ ദൈവം സഹായിക്കാം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.